കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവർ രജിത് കുമാറിനെ കാണാനില്ലെന്ന് പരാതി. കുടുംബം നടക്കാവ് പോലീസിൽ പരാതി നൽകി ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിറകെയാണ് രജിത് കുമാറിനെ കാണാതായത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേർന്നുണ്ട്. ഗോകുൽ, കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവർ രജിത് കുമാറിനെ കാണാനില്ലെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. വിവരങ്ങൾ. 7-ാം തീയതി മുതലാണ് രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും കാണാതായിരിക്കുന്നത്. 7-ാം തീയതി ക്രൈംബ്രാഞ്ച് മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഈ രജിത് കുമാറിനോട്, മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവർ ആയിരുന്ന രജിത് കുമാറിനോട് ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ 7-ാം തീയതിയാണ് രജിത് കുമാറും ഭാര്യയും വീട്ടിൽ നിന്ന് പോവുകയും KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു റൂം എടുക്കുകയും ചെയ്യുന്നത്. പിന്നീട് 9-ാം തീയതി അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തതായിട്ടുള്ള അറിവുണ്ട്. കുടുംബം വിചാരിച്ചിരുന്നത് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ മുമ്പിൽ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനായി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതിനാലാണ് എത്താത്തത് എന്നാണ്. പിന്നീട് ക്രൈംബ്രാഞ്ചിൽ അന്വേഷിച്ച സമയത്ത് ഇരുവരും, ഈ രജിത് കുമാറും ഭാര്യയും ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുമ്പിൽ ഹാജരായിരുന്നില്ല. 9-ാം തീയതി വരെ ഈ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഒരു ലോഡ്ജ് എടുക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തതായി വിവരമുണ്ട്. 9-ാം തീയതി രാവിലെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിരുന്നു. വെക്കേറ്റ് ചെയ്തതിനു ശേഷം വീട്ടിലെത്തിയിട്ടില്ല. തുടർന്നാണ് ഈ കുടുംബം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. നേരത്തെയും ഈ രജിത് കുമാറിനെ ക്രൈംബ്രാഞ്ച് സംഘവും ലോക്കൽ പോലീസ് കേസ് അന്വേഷിക്കുന്ന സമയത്ത് ലോക്കൽ പോലീസും ഒക്കെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായിട്ട് തെളിവെടുക്കുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2023 ഓഗസ്റ്റിലാണ് ഈ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച മുഹമ്മദ് ആട്ടൂർ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയെ കാണാതായത്. 1 വർഷവും 6 മാസം 1.5 വർഷം പിന്നിടുമ്പോഴും ആൾ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരമില്ല. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുകയും പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ക്രൈംബ്രാഞ്ച് സംഘവും ലോക്കൽ പോലീസും അന്വേഷിക്കുന്ന ഘട്ടത്തിൽ രജിത് കുമാറിനെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഈ രജിത് കുമാറിന്റെ മകനെ രാത്രിയിൽ പോലീസ് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ചോദ്യം ചെയ്തതായിട്ട് രജിത് കുമാർ പോലീസിൽ പരാതി നൽകുകയും കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ രജിത് കുമാറിനെ മാനസികമായി തളർത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കാണാനില്ല എന്ന് പരാതി പറഞ്ഞിട്ടുള്ള രജിത് കുമാറിന്റെ ഭാര്യയുടെ സഹോദരൻ നമ്മളോട് പറഞ്ഞത്. എന്തായാലും നടക്കാവ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരുവരുടെയും, രജിത് കുമാറിന്റെയും ഭാര്യ തുഷാരയുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഈ CCTV-കളൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം പുരോഗമിക്കുക എന്നാണ് നമ്മൾ സ്റ്റേഷനിൽ ബന്ധപ്പെട്ട സമയത്ത് അറിയാൻ സാധിച്ചത്. ഇന്നലെ രാത്രിയാണ് പരാതി നൽകിയിട്ടുള്ളത്. നടക്കാവ് പോലീസ് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി ഗോകുൽ, എന്തായാലും മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവർ രജിത് കുമാറിനെ കാണാനില്ല എന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.